സോ ഗൈസ്, സതീഷ് താൻവിയുടെ സംവിധാനത്തിൽ അൽത്താഫ് സലീമും അനാർക്കലി മരക്കാരുടെയും വീണ്ടും ഒരു കൂട്ടുകെട്ടിൽ പിറന്ന ഇന്നസെൻ്റ് എന്ന് പറയുന്ന സിനിമയുടെ റിലീസായിരുന്നു ഇന്ന്. സോ നമ്മളിപ്പോൾ ആ സിനിമ കണ്ടിറങ്ങി. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഏതൊരു മൂഡിൽ, ഏതൊരു ബാഡ് സിറ്റുവേഷനിലോ എങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ സിനിമ പോയി കണ്ടോ, നിങ്ങളുടെ ആ ഒരു മൂഡ് ചേഞ്ച് ചെയ്യാൻ ഈ സിനിമയ്ക്ക് സാധിക്കും. തിയേറ്ററിലൊക്കെ കുറേ നാൾക്ക് ശേഷം ആൾക്കാരെല്ലാം കൂടെ ഒന്നിച്ചിരുന്നൊരു എന്താ പറയുക, ആ ഒരു ചിരി ആൾക്കാരിലേക്ക് പടർത്തിയൊരു സിനിമയെന്ന് എനിക്ക് ഇതിനെ വിശേഷിപ്പിക്കാനായിട്ട് പറ്റും. വളരെ എൻജോയബിളായിട്ട് ഒരു 2-2.5 മണിക്കൂർ സുഖമായിട്ട് തിയേറ്ററിൽ പോയിരുന്ന് കാണാനുള്ളൊരു അടിപൊളി പടമാണ്. ഈ അടുത്ത് ഒരു സിനിമ കണ്ടിട്ട്, കാരണം നമുക്കറിയാം അപ്പോൾ അൽത്താഫിൻ്റെ ഒരു അഭിനയ രീതിയാണെങ്കിൽ തന്നെ നമുക്കൊത്തിരി അതിൽ നിന്ന് ഒരു കോമഡി രീതിയിലുള്ളൊരു ആക്ടിങ് ആണ് പുള്ളി കൂടുതലും ചെയ്തു വെച്ചിട്ടുള്ളത്. ആ ഒരു സംഭവം ഇതിനകത്ത് വർക്കാണ്. ഇതിനകത്ത് എടുത്തു പറയേണ്ട 2 കൂട്ടുകെട്ടാണ് നമ്മുടെ അൽത്താഫ് സലീമും അതേപോലെ തന്നെ ജോമോൻ ജ്യോതിറിൻ്റെ ഒരു എൻട്രിക്ക് ശേഷം പടം വേറൊരു ട്രാക്കിലാണ് പോകുന്നത്. അതായത് എന്താണെന്ന് വെച്ചാൽ പിന്നീട് അങ്ങോട്ട് നമുക്ക് ഫുൾ ജോമോൻ ജ്യോതിറിൻ്റെ ഒക്കെ ഒരു ഫണ്ണി സാധനങ്ങൾ നമുക്ക് ത്രൂ ഔട്ട് സിനിമയിൽ ഉണ്ട്. പടത്തിനിടയിൽ ഒരു ചെറിയൊരു ടൈമിലൊരു ഇമോഷണൽ സീന് കാണിക്കുന്നുണ്ടെങ്കിലും അതും നമുക്ക് വളരെ നന്നായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു സീനാണെങ്കിലും എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ പടത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വൻ താരനിര തന്നെ എന്ന് വെച്ചാൽ നമ്മുടെ അസീസ് നെടുമങ്ങാട്, നോബി, ഉണ്ണി ലാലു, അതേപോലെ ഞങ്ങളുടെ സ്വന്തം നാട്ടുകാരനായിട്ടുള്ള ഹരി ഉദിമൂടിയായിരുന്നു. നമ്മുടെ കോമഡി, അതായത് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ളവരും കോമഡി ചെയ്യുന്ന സ്കിറ്റുകൾ കളിക്കുന്നവരായാലും അങ്ങനത്തെയൊക്കെ കുറേ ആൾക്കാരെ ഈ സിനിമയിലേക്ക് എത്തിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇവരെല്ലാം അവരുടേതായിട്ടുള്ള റോളുകൾ വളരെ ഭംഗിയോടെ ചെയ്തു വെച്ചിട്ടുള്ളൊരു അടിപൊളി, ഈ അടുത്തിറങ്ങിയതിൽ എനിക്ക് നല്ലോണം തിയേറ്ററിൽ ഞാൻ ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാണ്ട് പോയി കണ്ടതാണ്. കാരണം പ്രത്യേകിച്ച് ഒരു നോർമൽ സിനിമ എന്നുള്ള രീതിയിൽ റിവ്യൂ എടുക്കാം എന്നുള്ള രീതിയിൽ പോയി കണ്ട സിനിമയാണ് ഇന്നസെൻ്റ്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്ന സിനിമയായിരിക്കും ഞാൻ പ്രോമിസ് ചെയ്യുന്നു. അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കിളിപ്പോൾ സിനിമയുടെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് കിളിപ്പോളിൻ്റെ ഒരു എൻട്രി വരുന്നത്. ആ ടൈമിൽ തന്നെ ആളുമായിട്ടുള്ളൊരു സോങ് വരുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് ക്രെഡിറ്റ്സ് ഒക്കെ എഴുതി കാണിക്കുന്ന ടൈമിൽ ആളുമായിട്ടുള്ളൊരു സോങ്, ജാസി ഗിഫ്റ്റ്, കിളിപ്പോൾ, പിന്നെ ഇവരെല്ലാം അൽത്താഫ് സലീം, അനാർക്കലി മരക്കാർ, ഇവരെല്ലാവരും കൂടെ ഉള്ളൊരു സോങ് ഒക്കെ വരുന്നുണ്ട്. വളരെ ഞാൻ പറഞ്ഞില്ല, ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലാണ്ട് ഒരു മൂവി കാണാൻ പോയി അതൊരു നല്ല പടമായി കഴിഞ്ഞപ്പോൾ നമുക്കൊരു സുഖമുണ്ടല്ലോ, ആ ഒരു സുഖം എനിക്കിന്ന് പൂർണ്ണമായിട്ട് കിട്ടിയിരുന്നു. എല്ലാവരുടെയും അഭിനയം, ഇപ്പം അസീസ് നെടുമങ്ങാടിൻ്റെ ആകട്ടെ, ഈവൻ ഈച്ച് ആൻഡ് എവറി കോമഡി ആർട്ടിസ്റ്റ്, അല്ലെങ്കിൽ അതിനകത്ത് വന്നേക്കുന്ന കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, എല്ലാവരും വളരെ നല്ലോണം ഈ സിനിമ അഭിനയിച്ചിട്ടുണ്ട്. നല്ലതായിട്ട് കോമഡി വർക്കൗട്ടാണ്. അത് ചെറിയൊരു ഇമോഷണൽ സീനാണെങ്കിൽ ആ സീനും വർക്കൗട്ടാണ്. സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് പോയി നിങ്ങളുടെ ഒരു 2-2.5 മണിക്കൂർ ഒരു ആസ്വാദകരമായിട്ടിരിക്കാനായിട്ട് സാധിക്കും.